എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് മാത്രമല്ല കേട്ടോ. ഞാൻ 2 ഡേയ്സ് മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്നു നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നടത്താൻ പോകുന്ന ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഇന്ന് പറയാമെന്ന്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളിവടയാണ്. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമ്മുടെ ഈ ചാനലിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ നടത്തുന്ന ഒരു ഗീവ് അവേ ആണ്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 1.25 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 1.25 വർഷത്തിനുള്ളിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ എന്നെ സഹായിച്ച നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി തന്നെ ആദ്യം അറിയിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ടും സ്നേഹവും തുടർന്നും ഉണ്ടാകണം കേട്ടോ. നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നമ്മുടെ ഈ ചാനൽ ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഗീവ് അവേ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നടത്തുന്ന ഗീവ് അവേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. നോമ്പിൻ്റെ ഒരു സമയത്താണ് 5 ലക്ഷം ആയത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്യണമെന്ന് കരുതിയതാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗീവ് അവേ ഞാൻ ഒരുപാട് ദിവസമൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. ഒരുപാട് ദിവസമൊക്കെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവും. ജൂൺ 1 മുതൽ, അതായത് നാളെ മുതൽ ഞാൻ ഇടുന്ന 5 വീഡിയോസിൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കമൻറ്റ് ചെയ്യുന്നതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓൺലൈനിലെ കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. 5 പേർക്ക് പ്രൈസ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെ വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ ഒരു മത്സരമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ സമ്മാനമൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുക്കണം കേട്ടോ. ആ 5 ഭാഗ്യശാലികൾ ആരാണോ അവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാവുന്നതാണ്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസുകൾ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഫസ്റ്റ് പ്രൈസ് നമ്മൾ ഓവനാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് മിക്സിയും, തേർഡ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ആണ്. 4ാമത്തെ സമ്മാനം കുക്കറും, 5ാമത്തേത് കെറ്റിലും ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തേത് കമൻ്റ് അയക്കേണ്ട രീതി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ക്യാപിറ്റൽ ലെറ്ററിൽ FCW എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക. എന്നിട്ട് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. FCW സ്പേസ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിലോ പേര് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. 2ാമത്തെ കാര്യം, വീഡിയോയിൽ നമ്മൾ കമൻറ്റ് ഇടുമ്പോൾ വീഡിയോ നമ്മൾ കുറഞ്ഞത് ഒരു 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക കേട്ടോ. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണാതെ പെട്ടെന്ന് കമൻറ്റ് ഇട്ടാൽ ആ ഒരു കമൻറ്റ് എല്ലാം സ്പാം എന്ന് പറയുന്ന വേറൊരു ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമ്മൾ ഇത് ഓൺലൈൻ കമൻറ്റ് പിക്കർ വഴിയാണ് വിജയികളെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്പാമിൽ കിടക്കുന്ന കമൻ്റ് ഒന്നും അതിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓർഡർ ചെയ്തിട്ടാണ് പ്രൈസ് എത്തിച്ചു കൊടുക്കുക. വിജയികളെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ബാക്കി ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നാളെ മുതൽ, അതായത് ജൂൺ 1 മുതൽ ഞാൻ ഇടാൻ പോകുന്ന 5 വീഡിയോകളായിട്ട് 5 വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. 5 വീഡിയോസ് എന്ന് പറയുമ്പോൾ ജൂൺ 1 മുതലുള്ള തുടർച്ചയായിട്ടുള്ള 5 വീഡിയോസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നാട്ടിൽ 1 മണിക്ക് 1:30 ഇടയ്ക്കാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കടിക്കുന്ന നല്ല മൊരിഞ്ഞിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ഒരുപാട് ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 3 എണ്ണം, പിന്നെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവാളയുടെ എല്ലാം തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ നമുക്ക് ഈ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. കനം കുറച്ച് ഒരുപാട് കട്ടിയില്ലാതെ നീളത്തിൽ തന്നെ ഞാൻ സവാള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെ നമുക്ക് ഈ സവാള കൂട്ടമായിട്ട് ഇരിക്കുന്നത് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയിട്ടെടുക്കണം. ഇതുവരെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഞെരടി കൊടുത്തിട്ട് നമുക്ക് ഈ സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു സവാളയിലെ വെള്ളവും കൂടി ഇറങ്ങും. മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സവാളയുടെ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി നല്ലപോലെ ഞാനിവിടെ സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതിലൊന്ന് ചെറുതായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് എരിവില്ലാത്ത ഒരു 3 പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 എണ്ണത്തിൻ്റെ ഒക്കെ ആവശ്യമേ കാണത്തുള്ളൂ.
അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കിനി 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. ഇതിലേക്ക് പെരിഞ്ജീരകത്തിന്റെ പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഇതൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയോ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലൊരു സ്വല്പം ഉപ്പിന്റെ കുറവുണ്ട്. ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും എരിവും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മാവും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെ ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. മാവ് ഒരുപാട് കൂടി പോകരുത്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കുക. നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു പാകത്തിന് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. മൈദാമാവിന് പകരം കടലമാവിന് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഉള്ളിവട ഉണ്ടാക്കാറുണ്ട്. കുറച്ചും കൂടി ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മൈദാമാവിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ആദ്യം ഒരു 1/4 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ആ ഒരു സവാളക്കകത്തുള്ള ഒരു വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് നമുക്ക് നനഞ്ഞു കിട്ടുന്നതാണ്. 1/4 കപ്പ് മാവിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മാവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഉള്ളിവടയിലേക്ക് ഞാൻ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉള്ളിവട കുറച്ചൊന്ന് പൊങ്ങി കിട്ടണമെങ്കിൽ മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കൂടെ മാവിട്ട് കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് കുറച്ച് മാവിട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കുക. ഒരുപാട് മാവ് കൂടിപ്പോയാലും ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ മൈദാമാവ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് കുറച്ചും കൂടി ഒരു കുറവ് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റ് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് നമുക്ക് കറക്റ്റ് ആയിരിക്കണം. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് എടുക്കുകയാണ്. നമുക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്ത് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിവട ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നല്ലപോലെ അകമൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് പുറം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീ കുറച്ചിട്ടിട്ട് വേണം ഉള്ളിവട ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അകം നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. അതുപോലെ പുറം നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. തീ കുറച്ചിട്ടിട്ട് അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്ന ഒരു രീതിയിൽ നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിവട എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചായക്കട സ്പെഷ്യൽ ഉള്ളിവടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറക്കാതെ തന്നെ നാളെ മുതലുള്ള 5 വീഡിയോസിന് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.